പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവം 2025 രണ്ടാം ദിനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ഒറ്റൊരു വാക്ക് മതി, ഹിഗ്വിറ്റ എന്നൊരൊറ്റ വാക്ക് മതി ഈ ഒരു സാഹിത്യകാരനെ അല്ലെങ്കിൽ ചെറുകഥാകൃത്തിനെ നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും കൂടിയായിരുന്ന ഇദ്ദേഹം മലയാള ചെറുകഥാ സാഹിത്യ ശാഖയ്ക്ക് പുതിയൊരു മുഖം തന്നെ നൽകി. സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, കഴിഞ്ഞ വർഷം എഴുത്തച്ഛൻ പുരസ്കാരം വരെ എത്തി നിൽക്കുന്ന നിരവധി നേട്ടങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, മലയാളത്തിൻ്റെ അഭിമാനമായ സാഹിത്യകാരൻ, ചെറുകഥാകൃത്ത്. ഒരു വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അഭിമാനത്തോടെ ശ്രീ NS മാധവൻ ടു Day 2 ഓഫ് പെരുവനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ. സർ, വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് യൂറോപ്പിലും മറ്റും സർവ്വസാധാരണമായൊരു കാര്യമാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എല്ലാ വർഷവും അവരുടെ സാംസ്കാരിക ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. അത് അവരുടെ സ്പ്രിങ്ങിൻ്റെ ഏപ്രിൽ മെയ് മാസത്ത് നടക്കുന്നൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഈ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവം ഒരു വലിയ പുതുമയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്നത്തെ വിഷയം ശുദ്ധി എന്ന മിഥ്യയും സങ്കരത്തിൻ്റെ ഊർജവും എന്നാണ്. അത് ഈ ഗ്രാമോത്സവത്തിൻ്റെ മറ്റ് പൊതു തീമായ കലർപ്പുകളുമായിട്ട് അടുത്തു പോകുന്ന ഒരു വിഷയമാണ്. അപ്പം അതിലാദ്യമായിട്ട് ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധി എന്ന മിഥ്യ എന്ന് പറയുമ്പോൾ അത് ശുദ്ധിയെ വളരെ ലഘൂകരിച്ച് കാണുകയാണ്. ഇത് വെറും മിഥ്യയല്ല, വളരെ അപകടകരമായ ഒരു മിഥ്യയാണ്. ഈ മിഥ്യ മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ള അപകടങ്ങളും ദുർമരണങ്ങളും വളരെയധികമാണ്. അതിന് ലോകം നൽകേണ്ടി വന്ന വില വളരെയധികമാണ്. ഇപ്പം മെയിൻ കാഫ് എന്ന തൻ്റെ ആത്മകഥയിലാണ് ഈ ശുദ്ധി, വംശശുദ്ധിയെക്കുറിച്ച് ഹിറ്റ്ലറുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. ആര്യൻ എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, ആര്യന്മാർ എന്ന വർഗമുണ്ടെന്നും ആ വർഗത്തിൻ്റെ ശുദ്ധി നിലനിർത്തേണ്ടത് ലോകത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗമനങ്ങൾക്കും ആവശ്യമാണെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ ആര്യന്മാർ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ജർമ്മനിക്കാരും വടക്കൻ യൂറോപ്പിലെ ഒരു കുറച്ച് പേരെയും മാത്രമാണ്. ബാക്കി എല്ലാവരും അവരെക്കാൾ താണവരും ഈ വർഗത്തിൻ്റെ വിശുദ്ധി നിലനിർത്തേണ്ടത് ലോകത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണെന്ന് കണ്ട് അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും അറിയാം. ശുദ്ധി വിളിച്ചു വരുത്തിയത്, ഹിറ്റ്ലറുടെ ശുദ്ധിയോടുള്ള അമിതമായ ആവേശം വിളിച്ചു വരുത്തിയത് ഹോളോകാസ്റ്റ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള നരഹത്യകളാണ്. നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും നരഹത്യ ശിബിരങ്ങളും മറ്റും നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആര്യന്മാർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ലോകത്തിൽ അന്നുവരെ നിലവിൽ വന്ന മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ മാതൃക എന്ന നിലയിലാണ്. അവരുടെ ബുദ്ധി, ധാർമ്മികത, അവരുടെ
ന്യായബോധം, ശരീരബലം അവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് ഹിറ്റ്ലർ അടിയുറച്ച് വിശ്വസിച്ചു. പിന്നെ അശുദ്ധപ്പെടുത്തുന്ന എന്താണ്? ഏറ്റവും കൂടുതലായി അശുദ്ധപ്പെടുത്തുന്നതായി ഹിറ്റ്ലർ കണ്ടത് ജൂതന്മാരെയാണ്. ജൂതന്മാർക്കെതിരായിട്ട് യൂറോപ്പിൽ പണ്ട് മുതലൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു അസഹിഷ്ണുത ഹിറ്റ്ലർ മുതലെടുക്കുകയായിരുന്നു. ആര്യന്മാരുടെ ശുദ്ധി നേരിടുന്ന, അതായത് മിശ്രവിവാഹങ്ങളും മറ്റും കൂടെ ആര്യവംശത്തെ കളങ്കപ്പെടുത്തുന്നതും യൂറോപ്പിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജൂതന്മാരാണെന്ന് അദ്ദേഹം കരുതി. ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. ഇതിനു പുറമെ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിൽ വംശശുദ്ധി നിലനിർത്താൻ യൂജനിക്സ്, വംശശുദ്ധി ശാസ്ത്രം, ജനറ്റിക്സിലൂടെ വംശശുദ്ധി ശാസ്ത്രത്തിൽ വലിയ ഗവേഷണങ്ങൾ നടത്തി ശുദ്ധമായ ഒരു ആര്യവർഗത്തെ വാർത്തെടുക്കുക. അതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. ഇതിനു വേണ്ടി അശുദ്ധരായ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ജൂതന്മാരെ അദ്ദേഹം ദയാവധത്തിന് വിധേയമാക്കി. മിശ്രവിവാഹം കഴിച്ച് ആരെങ്കിലും ആര്യൻ ജീൻ പൂളിനെ കളങ്കപ്പെടുത്താൻ ഒരുമ്പുണ്ടെങ്കിൽ അവരെയും ഹിറ്റ്ലർ നിർദ്ദയം വധിക്കുക തന്നെ ചെയ്തു. ഇത്തരത്തിൽ വധിച്ചവരുടെ ജൂതന്മാരുടെ സംഖ്യ 60 ലക്ഷം പേരാണ്. ഒന്ന് ഓർത്തു നോക്കൂ. ശുദ്ധിക്ക് ലോക ചരിത്രത്തിൽ ഇത് പലതവണ ആവർത്തിച്ചു. ഞാനൊരു ഉദാഹരണം എന്ന നിലയിൽ മാത്രമാണ് ഹിറ്റ്ലർ ഏറ്റവും മൃഗീയവും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഹിറ്റ്ലറെ കാണിക്കുന്നത്. ഇതിൻ്റെ പല രൂപത്തിലുള്ള, ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ശൈവന്മാരും വൈഷ്ണവേറ്റുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, ശ്രീലങ്കയിൽ ബുദ്ധിസ്റ്റുകളല്ലാത്ത ഈ ശുദ്ധി എന്ന അപകടകരമായ മിഥ്യയെ എത്ര മനുഷ്യ ജീവനുകളെയാണ് ലോക ചരിത്രത്തിൽ ബലി കൊടുക്കാൻ ഇടയാക്കിയത് എന്ന് നാം ആലോചിക്കുന്നത്. 60 ലക്ഷം ജൂതന്മാരെ കൊന്നു. ജൂതന്മാരെ മാത്രമല്ല, ജിപ്സികൾ, റൊമാനികൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്, അവരെയും കൊന്നു. പിന്നെ യൂറോപ്പിലെ മറ്റൊരു വർഗം, ചെക്കോസ്ലോവാക്യയിലും യുഗോസ്ലോവാക്യയിലും മറ്റും കാണുന്ന സ്ലാവുകാരെ കൊന്നു. സ്വവർഗാനുരാഹികളെ കൊന്നു. രാഷ്ട്രീയപരമായി ഇടഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ, അനാർക്കിസ്റ്റുകൾ തുടങ്ങിയ രാഷ്ട്രീയ വിശ്വാസമുള്ള എല്ലാവരെയും നിർദ്ദയമായി തന്നെ ഹിറ്റ്ലർ കൊന്നു. ഇതിൻ്റെ ഫലമായിട്ട് ആകെത്തുക 60 ലക്ഷം പേരുടെ മരണത്തിനാണ് ഈ ഒരു ശുദ്ധിയുടെ ആശയശാസ്ത്രം നയിച്ചത്. പിന്നെ യുദ്ധത്തിൻ്റെ പുറകിലും ഇത് തന്നെയാണ്. ആര്യവംശക്കാർക്ക് താമസിക്കാനുള്ള ലിവിങ് സ്പേസ്, അവർക്ക് നിന്ന് പെരുമാറാനുള്ള ഇടം കുറവാണെന്ന്. ലെബൻസ്ട്രാം എന്നാണ് അതിന് ജർമ്മൻ വാക്കിൽ പറയുക, ലിവിങ് സ്പേസ്. അവർക്ക് നിന്ന് തിരിയാനുള്ള ഇടം കുറവായതുകൊണ്ട് യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് അവിടേക്ക് ആര്യവംശർക്ക് താമസിക്കാനും നന്നായി ജീവിക്കാനുള്ള നടപടികൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ ശുദ്ധിയുടെ നയത്തിൻ്റെ മറ്റൊരു ഭാഗം. അങ്ങനെ അദ്ദേഹം മറ്റു രാജ്യങ്ങളെയെല്ലാം ആക്രമിച്ച് കീഴടക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇതാണ് കാരണം.
കാരണമായത്. യുദ്ധം, ഹോളോകാസ്റ്റ് എന്ന കൂട്ടക്കുരുതി, ഏതാണ്ട് 60 ലക്ഷം പേരെയും മറ്റരികുപറ്റി ജീവിക്കുന്നവരെയും കൊന്നൊടുക്കുക, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് 1945 ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ മരിച്ചു വീണത് 7 കോടി ആൾക്കാരാണ്, 700 ലക്ഷം പേർ. നോക്കൂ ഈ ശുദ്ധി എത്ര ഭീകരമായ ഒരു മിഥ്യയാണെന്ന്. യൂറോപ്പിൽ അതിനെ തുടർന്ന് വർഷങ്ങളോളം നീണ്ടുനിന്ന കെടുതികളും ബുദ്ധിമുട്ടുകളും ഏതാണ്ട് 1950കളുടെ അവസാനം വരെ തുടർച്ചയുണ്ടായി. ഈ ശുദ്ധിക്ക് വേണ്ടി ഏതറ്റം വരെ ഹിറ്റ്ലർ പോയി എന്ന് ആലോചിക്കുമ്പോൾ ഈ തത്വശാസ്ത്രം, ശുദ്ധിയിൽ അടിസ്ഥാനപ്പെടുത്തിയ തത്വശാസ്ത്രത്തിൻ്റെ അപകടം മനസ്സിലാക്കാം. ആദ്യമായിട്ട് ആരാണ് ജൂതൻ? ജൂതമതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ജൂതൻ എന്നാണ് ഹിറ്റ്ലർ ആദ്യം കണ്ടെത്തിയത്. അതൊരു വംശപരമായ അടയാളപ്പെടുത്തലാണ്. അതിന് ജർമ്മനിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ നിയമം 4 ഒരു മനുഷ്യന് 4 ഗ്രാൻഡ് പേരൻസാണ്, 2 മുത്തച്ഛനും 2 മുത്തശ്ശിമാരും. ഈ 4 പേരിൽ 3 പേർ ജൂതനായാൽ നിങ്ങളെ ജൂതനായിട്ട് കണക്കാക്കും. പിന്നെയാണ് വളരെ അശാസ്ത്രീയമായിട്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഡോക്ടേഴ്സും വലിയ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ അശാസ്ത്രീയമായിട്ട് ഓരോ വംശത്തിനും ഓരോ ശരീരഘടനയുണ്ടെന്ന് ഉള്ള വിശ്വാസത്തിൽ ഹിറ്റ്ലർ വളരെ വ്യാപകമായ പരിശോധന നടത്തി. അതിന് 2-3 അടയാളങ്ങളുണ്ട് ജൂതന്മാർക്കെന്നാണ് പറയുന്നത്. ഒന്ന്, അവരുടെ മൂക്ക് വളഞ്ഞിരിക്കും. അപ്പോൾ മൂക്ക് പരിശോധിക്കാനുള്ള അച്ചുകൾ ഹിറ്റ്ലർ വ്യാപകമായിട്ട് അച്ചുകൾ വെച്ച് ആളുകളെ തടഞ്ഞു നിർത്തി മൂക്ക് പരിശോധിക്കാൻ തുടങ്ങി. ഇത് ശുദ്ധമായ മൂക്കാണോ അല്ലയോ എന്ന്. മറ്റൊന്ന് തലമുടിയായിരുന്നു. തലമുടിക്ക് കട്ടി കൂടുകയാണെങ്കിൽ നോർത്ത് യൂറോപ്പിലെയും ജർമ്മൻകാരെയും പോലെ നേർമയുള്ള തലമുടി അല്ല എങ്കിൽ അവർ ജൂതനാണെന്ന് കണ്ടു. അടുത്തത് തലയോട്ടിയുടെ അളവായിരുന്നു. അതിനെന്തോ അന്നത്തെ കാലത്ത് ഒരു കപടശാസ്ത്രപരമായ നിർവചനമുണ്ടായിരുന്നു. ഈ തലയോട്ടിയുടെ അളവിനെ അതിന് പ്രോട്ടോസെഫാലിക് ഇൻഡെക്സ് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു തുകയ്ക്ക് മുകളിലാണെങ്കിൽ അവർ ജൂതന്മാരാണെന്ന് കണ്ടെത്തി അവരെ കൊലപാതകത്തിന് വിധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ശുദ്ധ ബോഷ്കും കപടശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയുടെ തേർവാഴ്ച ഹിറ്റ്ലർ നടത്തി. ജൂതന്മാരുടെ പേര് മാറ്റി. ജൂതന്മാരുടെ ഐഡൻറ്റിറ്റി കാർഡിൽ എല്ലാവർക്കും നെഞ്ചിൽ ജെ, ജൂതൻ എന്നുള്ള ജെ എന്നുള്ള ആക്കി. ആളുകളുടെ പേര് മാറ്റി. എല്ലാ പുരുഷന്മാരുടെയും പേരിൻ്റെ നടുവിൽ ഇസ്രയേൽ എന്ന് വയ്ക്കേണ്ടി വന്നു. അതായത് നിങ്ങളുടെ പേര് ജോൺ കോഹൻ എന്നാണെങ്കിൽ ആ പേര് നിയമപരമായി മാറ്റി ജോൺ ഇസ്രയേൽ കോഹൻ എന്നാക്കി. അതുപോലെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ പേരിൻ്റെ നടുവിലത്തെ പേര് സാറ എന്ന് ചേർക്കേണ്ടതായിട്ട് നിയമം വന്നു. നിങ്ങളുടെ പേര് ജെയിൻ കോഹൻ എന്നാണെങ്കിൽ ജെയിൻ സാറ കോഹൻ എന്നാണ്. ഈ ശുദ്ധിക്ക് വേണ്ടിയുള്ള തേരോട്ടത്തിൽ എന്തെല്ലാം അസംബന്ധങ്ങൾ, മനുഷ്യജീവന് കൊടുത്ത വിലയൊന്നും
ഒരു ഭാഗത്ത് അതിന് സമാന്തരമായിട്ട് വൻ തോതിൽ കപടശാസ്ത്രം ജർമ്മനിയിലും ലോകത്തിലെല്ലാം അക്കാലത്ത് വളർന്നു. ഇനി നമ്മുടെ നാട്ടിൽ പരിചയമുള്ള പോലെ ഇത് നടപ്പിലാക്കാൻ പോലീസുകാരും ജർമ്മൻ പട്ടാളവും ജർമ്മൻ സീക്രട്ട് പോലീസും മാത്രമല്ല ആൾക്കൂട്ടത്തെയും ഉപയോഗിച്ചു. ആൾക്കൂട്ടത്തെയും ജനങ്ങളെയും വളരെയധികം ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് സൈബർ സ്പേസിൽ നടക്കുന്നതിന് തത്തുല്യമായിട്ട് ഭൗതിക സ്ഥലങ്ങളിൽ ആളുകളെ ജൂതന്മാരെന്ന് സംശയിക്കുന്നവരെ അല്ലെങ്കിൽ ജിപ്സികളെ കൂട്ടമായിട്ട് ആക്രമിച്ചു. ഇതാണ് ജർമ്മനിയുടെ കഥ. ഇനി ശുദ്ധിക്കൊരു ഇന്ത്യൻ പതിപ്പുണ്ട്. ഈ ഇന്ത്യൻ പതിപ്പാണ് നമ്മുടെ ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയുടെ അടിത്തറ തൊഴിലാണ്. എന്ത് തൊഴിലാണ്? കൈ അനങ്ങാതെ, കൈ വൃത്തികേടാക്കാതെ, മെയ് അനങ്ങാതെ ചെയ്യുന്ന ജോലികൾക്ക്, അതായത് പൗരോഹിത്യം, പഠനം, ജ്ഞാനസമ്പാദനം, ഇതിന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും മേൽത്തട്ടിലുള്ള സ്ഥാനം നൽകി. അതിനോട് താഴോട്ട് ശരീരം അനങ്ങിക്കൊണ്ടുള്ള ജോലികളിൽ ഒരു ശ്രേണി ഉണ്ടാക്കി. ഏറ്റവും മുകളിൽ ഈ പുരോഹിതരും ജ്ഞാനികളുമായ മനുഷ്യരെ, അവരെ ബ്രാഹ്മണരെന്ന് വിളിച്ചു. അതിന് താഴെ അധികാരം കൈയാളുന്നവർ, യുദ്ധത്തിന് പോകുന്നവർ, അവരെ ക്ഷത്രിയരെന്ന് വിളിച്ചു. പിന്നെയും അല്പം കൂടി ശരീരാധ്വാനം ആവശ്യമുള്ള മറ്റൊരു ജോലി, കച്ചവടം, പണം പലിശയ്ക്ക് കൊടുക്കൽ, വളരെയധികം വേണ്ട പക്ഷേ അല്പം അധ്വാനം ആവശ്യപ്പെടുന്ന ജോലിയാണ്. അവരെ വൈശ്യരെന്ന് വിളിച്ചു. ബാക്കി എല്ലാവരും ശൂദ്രരായി. അപ്പോൾ ഈ ശൂദ്രരാണ് ചെയ്യുന്ന ജോലിയുടെ കാഠിന്യവും അതിൻ്റെ ദുഷ്കരതയും അതിൻ്റെ അഭംഗിയും നോക്കിക്കൊണ്ട് ഇന്ത്യയിൽ ശുദ്ധിയിൽ അധിഷ്ഠിതമായ വളരെ ശക്തമായ ഒരു ജാതി വ്യവസ്ഥ നിലവിൽ വന്നു. ഈ ജാതി വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപം കൈക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് കേരളം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ ശുദ്ധിയുടെ ഉപാസകരായിരുന്നു നമ്മൾ. തൊട്ടുകൂടായ്മ മാത്രമല്ല, എത്ര അടി ദൂരെ നിൽക്കണമെന്നുള്ളതിന് കണിശമായ നിയമമുണ്ടാകും. ഇനി ദൃഷ്ടിയിൽ, കാഴ്ചയിൽ തീണ്ടൽ കൊണ്ടുന്നവർക്ക് അവരെ കാണാമറകത്ത് നിർത്തി. അങ്ങനെ ഒരു സമൂഹത്തെ, ഒരു ചരിത്രത്തിൽ വൻതോതിൽ നരഹത്യകൾ വരുത്തിയ ഒരു ആശയമാണ് ശുദ്ധിയെങ്കിൽ ഒരു സമൂഹത്തെ പല കഷ്ണങ്ങളായി വിഭജിക്കാൻ ഈ ആശയത്തിന് സാധിച്ചു. അപ്പം ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു തത്വശാസ്ത്രമുണ്ട്. എന്തുകൊണ്ടൊരു ശൂദ്രൻ, എന്തുകൊണ്ടൊരു തോട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു മരം കയറുന്ന ആൾ അങ്ങനെ ആയി എന്നുള്ളതിന് ന്യായീകരിക്കാനുള്ളൊരു ആശയശാസ്ത്രവും ഇന്ത്യക്കാരുണ്ടാക്കി. അത് നമ്മുടെ കർമ്മമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്ത് അടുത്ത ജന്മത്തിൽ ഉന്നതി നേടുക എന്നുള്ള ആശയമാണ്. ഈ ആശയം വളരെ വ്യാപകമായി ബാധിച്ചിരുന്നു. വർണ്ണാശ്രമധർമ്മത്തെ ഏറ്റവും മഹാന്മാരിൽ ഏറ്റവും മഹാനായ ഗാന്ധിജി പോലും ചോദ്യം ചെയ്തിരുന്നില്ല. കാരണം അദ്ദേഹവും ഈ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നതായി നമ്മളെ തോന്നിപ്പിക്കും. ഈ വൈക്കത്ത് സത്യാഗ്രഹത്തിനും മറ്റും അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ
വർണ്ണാശ്രമത്തിനെതിരായി ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വളരെയധികം വിമർശനങ്ങൾക്ക് അക്കാലത്ത് ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ബ്രിട്ടീഷ് ഭരണം ആധുനിക കൊളോണിയൽ രീതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് ഭരണം അതിനെ അരക്കിട്ടുറപ്പിക്കാനാണ് വിജയിച്ചത്. അതിന് കാരണം ഇന്ത്യയിൽ സെൻസസ് തുടങ്ങി എന്നുള്ളതാണ്. ഈ കനേഷുമാരി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ജാതികളെല്ലാം രേഖപ്പെടുത്തി. ഇന്ന ജാതിയിൽ ഇന്ന ആളുകൾ, ഇത്ര ആളുകൾ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് അതുവരെ അനൗപചാരികമായിരുന്ന ഈ തരംതിരിക്കലിന് ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചു. ഒടുവിൽ ഇത് കടലാസിലെങ്കിലും അവസാനിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും തുല്യരാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന പ്രഖ്യാപിച്ചതാണ്. എന്നാൽ നമ്മുടെ ഭരണഘടന, ഫ്രാൻസിലെ ഭരണഘടന വളരെ നൂറ്റാണ്ടുകളുമായിട്ട് അവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥയെ ഒരു രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ ജനങ്ങൾ തൂത്തെറിഞ്ഞതിന് ശേഷം അവരൊരുമിച്ച് ഇരുന്നുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അതിൽ സ്വാതന്ത്ര്യം, സഹോദര്യം ഇതെല്ലാം വലിയ ആശയങ്ങളായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന കടുത്ത ജാതി വ്യവസ്ഥ, 1950കളിൽ കടുത്ത ജാതി വ്യവസ്ഥയും സമൂഹത്തിലെ വേർതിരിവുകളും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പുരോഗമനാശയമായിരുന്നു അത്. ഇതായിരുന്നു അംബേദ്കറിൻ്റെ വിശ്വാസം. രക്തരൂക്ഷിതമായ വിപ്ലവത്തിന് പകരം ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ റെവല്യൂഷൻ, ഒരു ഭരണഘടനാപരമായ വിപ്ലവം കൊണ്ടുവരുമെന്നുള്ളതാണ്. അത് ഈ കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് കടപ്പെടാനുള്ള കാരണം നിയമപരമായിട്ട് വോട്ടവകാശത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഇന്ത്യക്കാർ ഇപ്പോൾ ഒരേപോലെയാണ്. അത് സാധ്യമാക്കിയത് ഈ ഭരണഘടനയാണ്. ഇനി ഇപ്പോഴും ജാതി മഹത്വം, ഇത് കുലമഹത്വം എല്ലാം മൈക്രോ ലെവൽ തൊട്ട് മതപരമായിട്ടുള്ള പല ശ്രേണി തിരിവുകളും ഇന്ത്യക്കകത്തുണ്ട്. വടക്കേ ഇന്ത്യയിലെ സവർണർ അടിയുറച്ച് വിശ്വസിക്കുന്നത് അവർ ആര്യന്മാരാണെന്നാണ്. അവരുടെ വംശശുദ്ധിയിൽ വിശ്വസിക്കുന്നു. അത് ടോണി ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധ പത്രപ്രവർത്തകൻ 2021 ദി ഏർലി ഇന്ത്യൻസ്, എന്താണ് ഇന്ത്യക്കാരൻ അവൻ്റെ DNA തലത്തിൽ എത്ര പരിശുദ്ധനാണ്, അവൻ ആര്യ വംശജനാണോ, അവൻ്റെ രക്തത്തിൽ കലർപ്പില്ലേ എന്ന് ഒരു അന്വേഷണം നടത്തി. അതൊരു വലിയ വിശാലമായ അന്വേഷണമാണ്. അതിൽ ചരിത്ര ഡോക്യുമെൻറ്റുകളെല്ലാം അവലംബിച്ചത്. അതിൽ അദ്ദേഹം ഈ കാലങ്ങളിൽ എല്ലാമായി നടന്ന ജനറ്റിക് സ്റ്റഡീസിലെ ജീൻ പൂളുകളെ പറ്റിയുള്ള ഏറ്റവും പുതിയ പഠനങ്ങളും അതിലെ നിഗമനങ്ങളെയും ആസ്പദമാക്കി തയ്യാറാക്കി. അപ്പോൾ ഇന്ത്യക്കാർ, ദി ഏർലി ഇന്ത്യൻസ്, ഒരു 10,000-2000 കൊല്ലം മുമ്പ് വരെയുള്ള ഇന്ത്യക്കാരുടെ ജീൻസിൻ്റെ തലത്തിൽ, DNA തലത്തിൽ ആരാണ്, അവൻ ആര്യനാണോ, അവനേതെങ്കിലും വംശശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ
ടോണി ജോസഫ് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടത് 4 വലിയ കുടിയേറ്റങ്ങളാണ്. ഈ കുടിയേറ്റങ്ങളുടെ അനന്തരഫലം ഇന്ത്യക്കാരൻ്റെ ജീൻ പൂളിൽ ഇന്നും കാണാമെന്നാണ്. 65,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ കുടിയേറ്റം മനുഷ്യവർഗം അവിടെ ഉണ്ടായി എന്നാണ് ശാസ്ത്രീയമായിട്ട് ആളുകൾ കണക്കാക്കുന്നത്. 65,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റം മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് സാഗ്രോസ് വംശക്കാർ 7,000 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയത് സെൻട്രൽ ഏഷ്യ, ഇന്നത്തെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളെ ഈ തട്ടുകളായി തിരിച്ചിട്ടുള്ള ഭൂമി സ്റ്റെപ്സിൽ നിന്ന് 4,000 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന 3ാമത്തെ കുടിയേറ്റം. ഏറ്റവും അവസാനമായിട്ട് ഒരു 3,000 വർഷങ്ങൾക്ക് അതിനടുപ്പിച്ച് ഈ പൂർവേഷ്യയിൽ നിന്ന് ചൈന, തായ്ലൻഡ് തുടങ്ങിയ പൂർവേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടന്ന മറ്റൊരു കുടിയേറ്റം. ഇങ്ങനെ 4 കുടിയേറ്റവും അതിൻ്റെ അനന്തരഫലമായിട്ട് അത്യന്തം മിശ്രിതമായിട്ടുള്ള ഒരു ജീൻ പൂളാണ്. ഇത് ലോകത്തിലെ എല്ലാ ദേശക്കാരെ പറ്റിയും പറയാം. ആണ് കാരണം മാനവരാശി അങ്ങനെയാണ് പരിണമിച്ച ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ ആണ് ടോണി ജോസഫ് നമ്മളെ എത്തിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്നാണ് ഈ ദേശീയതയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ ആഖ്യാനങ്ങൾക്ക്, വംശശുദ്ധിയെ ചുറ്റിപ്പറ്റിയുള്ള ആഖ്യാനങ്ങൾക്ക് വലിയ അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ സങ്കരമാണ്. ഈ സങ്കരത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു ഭാഷയാണ് മലയാളം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം സങ്കരത്തിന് നീണ്ട ശുദ്ധി എന്ന അപകടകരമായ മിഥ്യയിൽ നിന്ന് സങ്കരത്തിൻ്റെ ഊർജത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് മലയാളം എന്ന ഭാഷയാണ്. അപ്പം ഇതിൻ്റെ ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ കേരളം പല ചെറിയ നാടുവാഴികളുമായി വിഭജിച്ച് കടന്നിരുന്നു. കടുത്ത ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. കച്ചവടത്തിൽ കൂടി വടക്കൻ കേരളത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. അതിനും വളരെ മുമ്പ് ഏത് രീതിയിലാണെന്നറിയില്ല 3-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം. ഇവിടെ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇവിടുത്തെ തീരപ്രദേശങ്ങൾ വിശാലമായ ലോകത്തിന് മുമ്പിലേക്ക് തുറന്നിടപ്പെടുകയുണ്ടായി. ഈ കൊളോണിയൽ ഭരണാധികാരികൾ നമുക്കിവിടെ നൽകിയ നാശനഷ്ടങ്ങൾ വളരെ അധികമാണ്. അതോടൊപ്പം തന്നെ ഓർക്കുക, ഇവിടുത്തെ നാടുവാഴികളും ജന്മികളും ഇവിടുത്തെ സാധാരണക്കാർക്ക് അതിന് തത്തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കഷ്ടപ്പാടുകളും നൽകിയിരുന്നു. ഈ ഒരു കലർപ്പിൻ്റെ സംസ്കാരം, ഇതിനെ ക്രിയോലൈസേഷൻ എന്നാണ് കലർപ്പിന് തർജ്ജമയായിട്ട് പെരുവനം ഗ്രാമോത്സവത്തിൽ നൽകിയത്. ഇത് ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഇത് തുടങ്ങിയതായിട്ട് പറയുന്നത് പസഫിക് ഓഷനിലുള്ള ഹൈത്തിയിൽ അവിടുത്തെ ഫ്രഞ്ച് കൊളോണിയലിസ്റ്റുകളും അവിടുത്തെ തദ്ദേശ നാട്ടുജാതികളും തമ്മിലുള്ള സങ്കരത്തിന് ഹൈത്തി ക്രിയോൽ എന്ന് പറയുന്ന ഒരു ഭാഷ
ഉടലെടുത്ത് നിന്നാണ്. അതായത് സാംസ്കാരികമായിട്ട് 2, 3, 4 സംസ്കാരങ്ങൾ ഇണങ്ങിച്ചേരുക, അതിൽ നിന്ന് മറ്റൊരു അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരമുണ്ടാകുക. അത് സംഗീതത്തിൽ വളരെ വ്യക്തമാണ്. പല ഇത് പാശ്ചാത്യ സംഗീത മാതൃകൾ, റെഗ്ഗെ, കാലിപ്സോ, ഇതെല്ലാം അതിന് വളരെ തദ്ദേശീയമായിട്ടുള്ള ഒരു സ്വാധീനം വളരെ ശരിക്ക് കാണാം. ബോളിവുഡ് സിനിമകളിലെ ഹിന്ദി ഗാനങ്ങളിലും തദ്ദേശീയമായിട്ട് കാണാം. വളരെ ശുദ്ധമെന്ന് പലരും കരുതുന്ന കർണാട്ടിക് സംഗീതത്തിൽ വയലിൻ്റെ ഉപയോഗം അങ്ങനെ സ്വാധീനിക്കാവുന്നതിലും എല്ലാ പഴുതുകളിൽ കൂടിയും നല്ലത്, നന്മ, അല്ലെങ്കിൽ ഒരു ജനതയെ പ്ലീസ് ചെയ്യുന്ന, അവരെ സംതൃപ്തരാക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കലർപ്പിൻ്റെ അല്ലെങ്കിൽ സങ്കരത്തിൻ്റെ ആശയത്തിൻ്റെ അടിത്തറ. ഇതിൽ വളരെ വിശാലമായിട്ട് കേരളത്തെക്കുറിച്ച് അനന്യ കബീർ ജഹാനാര ക്രിയോലൈസേഷൻ എന്ന പേരിൽ പഠനം നടത്തിയിട്ടുണ്ട്. അവർ കൊച്ചി ഭാഗത്തെ ജനതയാണ് അവരുടെ പഠനത്തിനായി ഉപയോഗിച്ചത്. അപ്പം അതിന് വളരെ പ്രധാനമായിട്ട് അവർ കാണേണ്ടത് ഏറ്റവും കൂടുതൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ജനങ്ങളെ മാറ്റിയ ഒരു 16-ാം നൂറ്റാണ്ടിലെ കൊച്ചിയിൽ ഭൂരിഭാഗം ജനങ്ങളും വളരെ ദരിദ്രരായ മുക്കുവരായിരുന്നു. ഈ ദരിദ്രരായ മുക്കുവരിൽ 17, 16 തൊട്ട് 18 നൂറ്റാണ്ടുകൾക്കിടയിൽ പലരും മതപരിവർത്തനം നടത്തി. അതിനിവിടുത്തെ ഹിന്ദു രാജാവിന് വലിയ വൈമനസ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് അവശേഷിക്കുന്നു. അവർ സമൂഹത്തിൽ നിന്ന്, അവരുടെ മൗലികമായ സമൂഹത്തിൽ നിന്ന് നേരിട്ടിരുന്ന അപകർഷത ഇല്ലാതാക്കുകയും അവർ വളർന്നു വലുതാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർ ഈ മതം വന്ന രീതിയിൽ കച്ചവടത്തിൽ കൂടി അതിനു മുമ്പ് തന്നെ മലബാറിൽ കീഴാളവർഗം ഇസ്ലാമിൽ ആകൃഷ്ടരായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷം പ്രത്യേകിച്ച് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ തുടങ്ങിയ ക്രിസ്തുമത പ്രചാരകർ ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള കീഴാള ജാതികളെയാണ് കേരളത്തിൽ മതപരിവർത്തനം നടത്തി അവർക്ക് സ്വസമൂഹത്തിൽ നിന്ന് നേരിടുന്നതിനേക്കാൾ വളരെ നല്ല ഒരു ജീവിതാവസ്ഥ കാഴ്ചവെക്കാൻ നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പല കലാരൂപങ്ങളുണ്ടായി. ഇതിലെൻ്റെ നോവലിൽ ഞാൻ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് ഈ ഫോർട്ട് കൊച്ചിയിലെ അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തെ ജനതയുടെ ഒരു വലിയ കലാരൂപം, അതായത് വൈപ്പിൻ മുതൽ ചേർത്തല വരെയുള്ള ചെറിയ തീരപ്രദേശത്ത് മാത്രമുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തിലെ ഏറ്റവും വലിയ ചവിട്ട് നാടകത്തിൻ്റെ പേര് കാറൽമാൻ എന്നാണ്. കഥകളിയിൽ നടനരുത് എന്ന പോലെയാണ് ചവിട്ട് നാടകത്തിൽ കാറൽമാൻ. ഈ കാറൽമാൻ്റെ കഥ എങ്ങനെ കേരളത്തിലെത്തി? 16-17 നൂറ്റാണ്ടിലാണ് ഇതിവിടെ വരുന്നതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള യാതൊരു രേഖകളുമില്ല. ഒരു തമിഴൻ ചിന്നത്തമ്പി അണ്ണാവിയാണ് ഈ ചവിട്ട് നാടകത്തിൻ്റെ ലിബ്രറ്റ് ആട്ടക്കഥ എഴുതുന്നത്. അദ്ദേഹത്തിന് അതിനാധാരമായ കഥ 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെങ്ങും പ്രസിദ്ധമായിരുന്ന ലുഡ്വിക്കോ അരിയസ്റ്റോ എന്ന ആളുടെ ഒർലാൻഡോ ഫ്യൂരിയാസോ, അതായത് ഇത് ക്രൂദ്ധനായ റോളൻഡാണ് കാറൽമാൻ ചരിത്രത്തിൻ്റെ നായകൻ. ഈ പുസ്തകത്തിലെ കഥയാണ് കാറൽമാൻ ചരിത്രത്തിൻ്റെ കഥ.
അപ്പോൾ 1955-ലോ 56-ലോ ചവിട്ട് നാടകവുമായിട്ട് കൊച്ചിയിൽ നിന്നൊരു സംഘം ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേക്ക് അവതരിപ്പിക്കാൻ പോയപ്പോൾ നെഹ്റുവിനെ കാണുകയുണ്ടായി. നെഹ്റു ഞെട്ടിത്തെരിച്ചു പോയി. എങ്ങനെ യൂറോപ്യൻ മിത്തുകൾ, റോളൻഡിൻ്റെ മിത്തുകൾ എങ്ങനെ കേരളത്തിൽ എത്തി, അതെങ്ങനെ ഇവിടുത്തെ കലാരൂപമായി? ഇതാണ് സങ്കരത്തിൻ്റെ ഊർജം. ഇത്തരത്തിലുള്ള കലർപ്പുകൾ നാം അറിയാതെ തന്നെ അറിയുന്നു. അപ്പം എന്തും സ്വീകരിക്കാനുള്ള ഒരു സ്വഭാവമാണ് മനുഷ്യവർഗത്തിൻ്റെ നൈസർഗികമായ അവസ്ഥ. ഇതിന് എതിര് നിൽക്കുന്ന ഒരാശയമാണ് ശുദ്ധി എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മലയാള ഭാഷയെക്കുറിച്ച് എനിക്കറിയാവുന്നൊരു കാര്യം അതാണ്. ബാക്കിയെല്ലാം ഓരോ ലേഖനങ്ങൾക്ക് അവലംബമായിട്ട് മലയാള ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. മലയാള ഭാഷയുടെ ഓരോ അക്ഷരത്തിൻ്റെയും പുറകിൽ ഒരു കഥയുണ്ട്. ഗ, ജ, ഈ രണ്ടക്ഷരങ്ങളും മലയാള ഭാഷയിലുണ്ടായത് സംസ്കൃതത്തിൽ നിന്നും ഹിന്ദുസ്ഥാനിയിൽ നിന്നും വാക്കുകളെ സ്വീകരിക്കാനാണ്. പിന്നെ ഭ, രു, ഖ, ഖ രാഘവനിലെ ഖ, ഇത് വെറും സംസ്കൃതത്തിൽ നിന്നുള്ള വാക്കുകളെ സ്വീകരിക്കാനാണ്. പിന്നെ ബ, ദ, ദ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിശാലമായ ലോകമാണ്. ദമയന്തിയിലെ ദ വലിയ വിശാലമായ ലോകമാണ് മലയാളിക്ക് തുറന്നിട്ടത്. അത് സംസ്കൃതം, ഹിന്ദുസ്ഥാനി, അറബിക്ക്, പോർച്ചുഗീസ്, പേർഷ്യൻ ഈ 5 ഭാഷകളിൽ വാക്കുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ അക്ഷരമാലയിൽ കയറിപ്പറ്റി. ഹ, പേർഷ്യനും അറബിക്കും സംസ്കൃതവും. ഫ, ബ, സംസ്കൃതവും അറബിക്കും ഇംഗ്ലീഷും പേർഷ്യനും. രായും ഷായും ആദ്യ വാക്കായി വരുന്ന മലയാള വാക്കുകൾ, ആദ്യ അക്ഷരമായി വരുന്ന മലയാള വാക്കുകളെല്ലാം വിദേശത്ത് നിന്ന് സ്വീകരിച്ചതാണ്. നമുക്ക് സ എന്നൊരക്ഷരം ഉണ്ടായിരുന്നില്ല, അതിന് വരും ചായും യായുമായിരുന്നു. ഇതും പുറത്തുനിന്ന് കിട്ടിയതാണ്. അങ്ങനെ നമ്മുടെ ഭാഷ ഈ വലുതാകുകയും ഈ ഒരു സ്വീകാര്യത്തിലൂടെ, ഈ ഇൻക്ലൂസീവ്നെസ്സിലൂടെ വളർന്ന് വികസിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവസാനമായി മലയാളിയുടെ ഏറ്റവും വലിയ വികാരമായ, അറ്റ്ലീസ്റ്റ് വടക്കൻ കേരളത്തിലെങ്കിലും വികാരമായ ഫുട്ബോൾ എവിടെ നിന്ന് വന്നു? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഈ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിലേക്ക് ക്ഷണിക്കുകയും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം നൽകിയ നിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു.